Hello and welcome to the new video. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മീഡിയം ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ചെയ്യുന്നത്. അത് തന്നെ ടി മെത്തേഡ് വെച്ചിട്ട് നോമിനൽ പൈ മെത്തേഡും നോമിനൽ ടി മെത്തേഡും ഉണ്ടായില്ല. ടി മെത്തേഡ് നോമിനൽ ടി മെത്തേഡ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലും ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ചെയ്ത പോലെ തന്നെ നമുക്ക് അതിൻ്റെ സർക്യൂട്ടും ഫേസ് ഡയഗ്രം അറിയാമെങ്കിൽ പിന്നെ ജസ്റ്റ് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ വരുള്ളൂ. ഇപ്പോൾ തന്നിട്ടുള്ള വാല്യൂസും അതിൻ്റെ യൂണിറ്റ്സും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം എന്നത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം വരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇത് ചെയ്യാനുണ്ടാവില്ല. സോ ദ ക്വസ്റ്റ്യൻ ഈസ് a 3-phase 50 Hz overhead transmission line 100 km long has the following constants: resistance per kilometer per phase 0.1 ohm, inductive reactance per kilometer per phase 0.2 ohm, capacitive susceptance per kilometer per phase 0.04 into 10 to minus 4 Siemens. Determine sending end current, sending end voltage, sending end power factor, transmission efficiency when supplying a balanced load 10,000 kilowatt at 66 kV and 0.8 power factor lagging. Use nominal method. So അതാണ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എല്ലാം തന്നിട്ടുണ്ട് പാരാമീറ്റേഴ്സ്. ആ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ചിലത് നമ്മൾ ഒന്ന് നോക്കിയിട്ട് ഏത് യൂണിറ്റ്സിലാണ് എന്നുള്ളതൊക്കെ ഒന്ന് അവിടുന്ന് അനലൈസ് ചെയ്തെടുക്കാന്ന് മാത്രമേ അവിടുത്തെ കാര്യമുള്ളൂ. മൊത്തം ഇവിടെ തന്നിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട്? 100 കിലോമീറ്റർ ലോങ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അതാണ് അതിലത്തെ ഒരു കാര്യം. പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുള്ളത് പെർ കിലോമീറ്റർ ആണ്. അപ്പോൾ അതിനൊക്കെ എന്തായിട്ട് മാറ്റേണ്ടി വരും? ഇൻറ്റു ആ 100 കിലോമീറ്റർ തന്നിട്ടുള്ള വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ R എന്ന് പറഞ്ഞിട്ടൊക്കെ എടുക്കേണ്ട സാധനം വരുന്നത്. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ നമുക്ക് ബാക്കിയെല്ലാം എളുപ്പമാണ്. ഡയറക്റ്റ് ഇക്വേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. KVLും KCLും ഒക്കെ അപ്ലൈ ചെയ്യുക എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ തന്നത് പ്രകാരം വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൂടെ എഴുതി വയ്ക്കാം. എന്ത് എഴുതാം? റെസിസ്റ്റൻസ് പെർ ഫേസ്, ടോട്ടൽ റെസിസ്റ്റൻസ് പെർ ഫേസ്, അതിനെ ഞാൻ ക്യാപിറ്റൽ R വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. So that will be equal to 0.1 ആണ് തന്നിട്ടുള്ള 100 കിലോമീറ്റർ ഉണ്ട്. സോ 0.1 into 100 equal to 10 ohm വരും അല്ലേ? 10 ohm. അതേപോലെ നമുക്ക് ടോട്ടൽ റിയാക്ടൻസ് പെർ ഫേസ് അതിനെ XL എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എത്രയാണ് തന്നിട്ടുള്ളത്? 0.2 ആണ് ഇൻറ്റു 100 ചെയ്യണം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20 ohm. ഓക്കെ, ഇപ്പോൾ അതും കിട്ടും. പിന്നെ ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട്, കപ്പാസിറ്റീവ് സസെപ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ? സോ ടോട്ടൽ കപ്പാസിറ്റീവ് സസെപ്റ്റൻസ് അതുപോലെ ക്യാപിറ്റൽ B എന്ന് വിളിക്കാം. B ഈക്വൽ ടു 0.04 ഇൻറ്റു എന്ത് ചെയ്യണം? അവിടെ നമുക്ക് തന്നിട്ടുള്ളത് 10⁻⁻⁴ കൂടി ഉണ്ട്. ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4 ഇൻറ്റു 10⁻⁴ സീമെൻസ്. അപ്പോൾ അതാണ് നമുക്ക് അവിടെ കിട്ടുക. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ എന്താ 3 ഫേസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം സ്റ്റാർ കണക്റ്റഡ് എന്നുള്ള അസംഷനിൽ പെർ ഫേസിലേക്കായിട്ട് മാറ്റിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇവിടെ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 66 kV ആണ് തന്നിട്ടുള്ളത് അല്ലേ? 66 kV എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. സോ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് പെർ ഫേസ് ആക്കാം. ഓക്കെ, വോൾട്ടേജ് പെർ ഫേസിനെയാണ് നമ്മൾ VR എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. സോ VR ഈസ് ഈക്വൽ ടു 66 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ √3 ചെയ്യണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 38105 എന്ന് കിട്ടും. അത്രയും വോൾട്ട്സ്. ഓക്കെ, അപ്പോൾ അതും കിട്ടി. പിന്നെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പവർ ഫാക്ടർ തന്നിട്ടുള്ളൂ. 0.8 പവർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റിസീവിംഗ് ആൻഡ് പവർ ഫാക്ടർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? cos φr ഈക്വൽ ടു 0.8 തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് sin φr അവിടെ നിന്ന് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യമുള്ളൂ. സോ sin φr ഈസ് ഈക്വൽ ടു 0.6 ആണ്. അപ്പോൾ അതും തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഇത്രയൊക്കെ ഈ സംഭവങ്ങളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അടിക്ക് എഴുതി പോയാൽ മതി. ഇവിടെ ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് സൈഡിൽ എഴുതുന്നു മാത്രം. സെഡ് നമുക്ക് എഴുതാലോ. സെഡ് ഈക്വൽ ടു എന്താ? R പ്ലസ് JXL ആണ്. R പ്ലസ് JXL ആണ്. സെഡ് ആണ് കേട്ടോ എടുക്കണേ.
അപ്പോൾ അത് നമ്മുടെ ഫിഗറിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നത് നടുവിലാണ് കപ്പാസിറ്റൻസ് സെപ്പറേറ്റ് എടുക്കുന്നത്, അപ്പുറത്തും സെറ്റ് ബൈ ടു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് ഫിഗർ ഞാൻ വരയ്ക്കാം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് സെറ്റ് എന്ന് എഴുതുന്നത് മാത്രം. R + jXL എന്ന് പറഞ്ഞാൽ 10 + j20. ഇവിടെ കപ്പാസിറ്റി സസെപ്റ്റൻസ് കൊണ്ടുവരേണ്ട കാര്യം ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ കപ്പാസിറ്റി സസെപ്റ്റൻസ് മിഡിലായിട്ടാണ് ഇവിടെ നമ്മൾ ടി മെത്തേഡിൽ എടുക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ വരുന്നത്. ഇനി ഇത്തരം കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് തന്നിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ പവർ വേണമെങ്കിൽ പറയാം, PR തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. ഇത്രയും കിലോവാട്ട് അതും അവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഫ്രീക്വൻസിയാണ് തന്നിട്ടുണ്ടാകുന്നത് 50 ഹെർട്സ്. ഇത്രയൊക്കെയാണ് ഇതിലെ സംഭവങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഫേസർ ഡയഗ്രം, ആ ഇക്വലന്റ് സർക്യൂട്ടും ഫേസർ ഡയഗ്രം ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതാണ് നമ്മുടെ ടി മെത്തേഡിലത്തെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആറും എല്ലും ആണ്, നടുവിലാണ് കപ്പാസിറ്റൻസ് വെച്ചിട്ടുള്ളത്. കപ്പാസിറ്റൻസ് നമ്മളിവിടെ തൽക്കാലം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കപ്പാസിറ്റീവ് സസെപ്റ്റൻസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുക B ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഇവിടെ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാവുന്നതേ ഉള്ളൂ, Z/2 എന്ന് എഴുതാം. അതേപോലെ ഇവിടെ ഇത് രണ്ടും കൂടി കൺസിഡർ ചെയ്തിട്ട് Z/2 എന്നുള്ള രീതിയിൽ എഴുതാവുന്നേ. പിന്നെ ഇതിലത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IS സെൻഡിങ് എൻഡ് കറണ്ടും റിസീവിങ് എൻഡ് കറണ്ട് IR-ഉം IC ആണിത്. ഇപ്പോൾ IS എന്ന് പറഞ്ഞാൽ IC IR ആയിട്ടും പോകും. സോ IS = IR + IC. അതാണ് ഇവിടുന്ന് കിട്ടുന്ന ഒരു KCL ഇക്വേഷൻ ആണ്. KCL ഇക്വേഷൻ ആണ് ഇത്. അതേപോലെ 2 KVL 2 വരും. സോ KVL 2 ലൂപ്പുകളുടെ ലൂപ്പ് 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരെണ്ണുണ്ടാവും, 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരെണ്ണുണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ ബേസിക് എഴുതാൻ പറ്റുന്നതാണ്. ഇത് വേണമെങ്കിൽ സിമ്പിളായിട്ട് എഴുതാൻ മതി. പിന്നെ VR ആണ് ഇവിടെ നമ്മൾ റെഫറൻസ് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, V1 + IS × Z/2 ആണ് ഇത് ശരിക്കും. Z/2 അല്ലേ, IS പുറത്തേക്ക് എടുത്ത R/2+. അതേപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും VR + IR × Z/2 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലെ ഇക്വേഷൻസ്. ഇയാളെയാണ് നമ്മളെപ്പോഴും എന്തായിട്ട് എടുക്കുക, റെഫറൻസ് ആയിട്ട് എടുക്കുക. VR-നെയാണ് റെഫറൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഫേസ് ഡയഗ്രം കൂടിയാണ് ഇവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഫേസ് ഡയഗ്രം വരയ്ക്കാൻ VR റെഫറൻസ് എടുക്കണു. പിന്നെ ഇവിടെ നമുക്ക് IR ലാഗിങ്ങിലാണ്. അപ്പോൾ IR 5R ആംഗിൾ ലാഗിങ്ങിൽ വരച്ചിരിക്കുന്നു. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. 5R ആംഗിൾ ലാഗിങ്ങിൽ IR വലിച്ചിരിക്കുന്നു. പിന്നെ അതിൽ നമുക്ക് IR കൂടെ IC കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് IC 90 ഡിഗ്രി പിന്നിലേക്കായിരിക്കും എന്നറിയാം. 90 ഇതിൽ കൂടെ കൂട്ടി IS കിട്ടും. അപ്പോൾ അത് V1 ആണ് കേട്ടോ. ആദ്യം V1 കിട്ടിയാലാണ് കിട്ടുള്ളൂ. അപ്പോൾ VR-ൽ കൂടെ IR R/2 + IR XL/2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് V1 കിട്ടും. അതാണ് ഫസ്റ്റത്തെ ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് കിട്ടും, V1 കിട്ടും. V1-ന് 90 ഡിഗ്രിയിലായിരിക്കും ഇത് വരിക. അപ്പോൾ IC അതിൻ്റെ റിസൾട്ടൻ്റാണ് IS വരിക. അപ്പോൾ IS കിട്ടി കഴിഞ്ഞാൽ ഇവിടെ IS R/2 IS XL/2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം വോൾട്ടേജ് VS കിട്ടും. അപ്പോൾ ഇത്രയുള്ള വലിയ സംഭവങ്ങൾ. ഇപ്പോൾ ഇത് സിമ്പിൾ ഫേസ് ഡയഗ്രാമാണ്. പിന്നെ ഈ റിലേഷൻസ് ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക എന്ന് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കറണ്ട് ആണ്. അത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. സോ ഹിയർ ലോഡ് കറണ്ട് അല്ലെങ്കിൽ റിസീവിങ് എൻഡ് കറണ്ട് എന്ന് പറയാം. IR = എന്താ, PR ഡിവൈഡഡ് ബൈ √3 VR cos ∅R. ഫേസിലായതുകൊണ്ടാണ് √3 വരുന്നത്. സോ PR നമുക്കറിയാം 10,000 കിലോവാട്ട് ആണ് ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ √3 എത്രയാ 66 ഇൻറ്റു 10⁻³ ഇൻറ്റു 0.8 = 109 ആംസ് നമുക്ക് കിട്ടും. ഓക്കെ, അവിടെ ഒരു കാര്യമുണ്ട്. VR നമ്മൾ ശരിക്ക് ഫേസ് ആണ് എടുക്കണമെങ്കിൽ ആ വാല്യൂ എടുക്കണമെങ്കിൽ ഇവിടെ √3 അല്ല കേട്ടോ വരിക, 3 ആണ് വരിക. 3 VR എന്നാണ് വരിക. അപ്പോൾ ഈ സാധനം 3 × VR എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഡിവൈഡ് ബൈ √3 ചെയ്തിട്ടാണ്. ഈ √3 ക്യാൻസൽ ആയപ്പോൾ നേരത്തെ മറ്റേ ഇക്വേഷൻ തന്നെ വരും. അപ്പോൾ അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സെൻഡിങ് എൻഡ് വോൾട്ടേജ് ആണ്. സോ സെൻഡിങ് എൻഡ് വോൾട്ടേജ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനാദ്യം തന്നെ റെഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞു VR ആണ് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് എഴുതിയിട്ട് നമുക്ക് തുടങ്ങാം. സോ ടേക്കിംഗ് റിസീവിങ് എൻഡ് വോൾട്ടേജ്, റിസീവിങ് എൻഡ് വോൾട്ടേജ് ആസ് റെഫറൻസ് ഫേസർ. അത് എല്ലാ കേസിലും നമ്മൾ റിസീവിങ് എൻഡ് വോൾട്ടേജ് ആണ് എന്തായിട്ട് എടുക്കുന്നത്, റെഫറൻസ് ഫേസർ ആയിട്ട് എടുക്കുന്നത്.
സോ വി ആർ എന്ന് എഴുതാം, റിസീവിങ് ആൻഡ് വോൾട്ടേജിന് ഈക്വൽ ടു എന്താ മാഗ്നിറ്റ്യൂഡ് പ്ലസ് വി ആർ തന്നെ ഉണ്ടാവുള്ളൂ, മറ്റേ സീറോ ആയിരിക്കും, ഈക്വൽ ടു 38105 വോൾട്ട്. അതായത് നമ്മൾ പെർ ഫേസിലേക്കാണ് എടുക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ നമുക്ക് ഇത് എഴുതിയത് റിസീവിങ് ആൻഡ് വോൾട്ടേജ് ആണ്. പിന്നെ ലോഡ് കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെയും നമ്മൾ എന്താക്കി മാറ്റുക, ഫേസറായിട്ട് മാറ്റുക. സോ അതിനെ ഐ ആർ ആണ്, റിസീവിങ് എൻഡിലത്തെ കറണ്ടാണ് ലോഡ് കറണ്ട്. ഐ ആർ ഈക്വൽ ടു ഐ ആർ ഇൻറ്റു കോസ് 5R മൈനസ് ലാഗിങ് ആയതുകൊണ്ടാണ് ജെ മൈനസ് നിർത്തിയത്, ജെ സൈൻ 5R അഴിയെന്ന് വിചാരിക്കുന്നു. സോ ഈക്വൽ ടു ഐ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് 109 ഇൻറ്റു പവർ ഫാക്ടർ 0.8 തന്നിട്ടുണ്ട്, മറ്റേത് ജെ 0.6 ആണെന്ന് അറിയാം. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ 87.2 മൈനസ് ജെ 65.4 എന്ന് എഴുതണമെന്നൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ഏത് മറ്റേ റെപ്രസെൻറ്റേഷനിൽ എഴുതണമെങ്കിൽ അങ്ങനെയും എഴുതാം. അപ്പം അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇത് ശരിക്കും വരിക ഒരു 109 ആംഗിൾ മൈനസ് 36.869 ഡിഗ്രി എന്നുള്ള രീതിയിലും കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ഇനി നമുക്ക് അവിടെ എഴുതി വെച്ച രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, V1ൻ്റെയും VR-ൻ്റെയും ഈ VS-ൻ്റെയും ഈ രണ്ട് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ആദ്യം കിട്ടാൻ പോകുന്നത് V1 ആയിരിക്കും. ഓക്കെ, കാരണം ഈ ലൂപ്പിലത്തെ സംഭവങ്ങളാണ് നമുക്ക് അറിയുന്നുണ്ടാവുക. സോ V1 ഈക്വൽ ടു ഈ ഇതിൻ്റെ ടേംസിൽ VR IR ആ ടേംസിൽ നമുക്ക്, കാരണം ആ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ഏറ്റവും ആദ്യം എന്ത് കിട്ടും, V1 കിട്ടും. സോ അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് എഴുതുന്നു. സോ വോൾട്ടേജ് അക്രോസ് നമ്മളെ കപ്പാസിറ്റൻസ് C, that is V1 equal to എന്താ ഇക്വേഷൻ VR പ്ലസ് IR ഇൻറ്റു Z/2 ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ള കാര്യം. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 38105 പ്ലസ് കിട്ടിയ കറണ്ട് 109 ആംഗിൾ മൈനസ് 36.869. ഇങ്ങനെ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മരിച്ചിൽ എഴുതണമെങ്കിൽ എങ്ങനെ വെച്ചാൽ എഴുതാം. എന്തായാലും ആൻസർ സെയിം തന്നെ കിട്ടുക. മറ്റേത് ഞാൻ മാറ്റിയിട്ടില്ല, അതുകൊണ്ട് 5 പ്ലസ് J10 എന്ന് എഴുതുന്നു. അത് നമുക്ക് കാൽക്കുലേറ്റർ മാറ്റും. നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻറ്റ് വെച്ചാൽ ആ ഫോമിൽ എഴുതാവുന്നതാണ്. ഇപ്പോൾ 39195 പ്ലസ് J545 എന്നാണ് കിട്ടുക ഇതിൻ്റെ വാല്യൂ. ഓക്കെ, ഇത്രയും വോൾട്ടേജ്. ഇപ്പോൾ ഇതിനും വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണമെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം. അപ്പോൾ അതവിടെ എടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ചാർജിങ് കറണ്ട് IC ആണ്, കപ്പാസിറ്റർ കറണ്ട്. സോ ചാർജിങ് അതുണ്ടെങ്കിലാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ചാർജിങ് കറണ്ട് IC ഈക്വൽ ടു എന്താ, IC ഈക്വൽ ടു J ഇൻറ്റു V1 എന്നാണ് വരിക. B എന്ന് പറഞ്ഞാൽ നമ്മൾ സസെപ്റ്റൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ J ഇൻറ്റു 4 ഇൻറ്റു 10⁻⁻⁴ ആണ് അതിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത്. ഇപ്പോൾ V1 ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ സാധനം ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. 39195 പ്ലസ് J545. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -0.218 പ്ലസ് J15.6. അത്രയും ആംബിയേഴ്സ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിന് മറ്റേ ഫോമാറ്റിൽ എഴുതണമെങ്കിൽ എഴുതാം. ദെർഫോർ ഇപ്പോൾ IR ഉണ്ട് IC ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെൻഡിങ് എൻഡ് കറണ്ട് കിട്ടും. സെൻഡിങ് എൻഡ് കറണ്ട് IS നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, അവിടെ KCL അപ്ലൈ ചെയ്ത IS ഈക്വൽ ടു IR പ്ലസ് IC ആണ്. ഇപ്പോൾ ജസ്റ്റ് അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കണില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 87 മൈനസ് J49.8 എന്നാണ് കിട്ടുക. അല്ലെങ്കിൽ അതിനെ മറ്റേ ഫോമിൽ എഴുതുകയാണെങ്കിൽ 100 ആംഗിൾ മൈനസ് 29.47 മിനിറ്റ്സ്, 29°47 മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ ആണെങ്കിൽ നമുക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് സെൻഡിങ് എൻഡ് കറണ്ട് ആണ് ചോദിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഇപ്പോൾ ദെർഫോർ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. സെൻഡിങ് എൻഡ് കറണ്ട് അല്ലാണ്ട് ഒരിക്കലും നമ്മൾ പറയുമ്പോൾ എന്തുകൂടി പറയാറില്ല, ആംഗിൾ വെച്ച് പറയാറില്ല. സോ സെൻഡിങ് എൻഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്തെന്ന് പറഞ്ഞാൽ മതി 100 ആംപ്സ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ചോദിച്ചിട്ടുണ്ടാകുന്നത്. ഇനി നമ്മളോട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, സെൻഡിങ് എൻഡ് വോൾട്ടേജ് ആണ് അല്ലേ. സോ സെൻഡിങ് അത് നമുക്ക് അടുത്ത KVL ഇക്വേഷൻ എഴുതിയാൽ മതി. സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ഇത് വേറെ ഒന്നുമില്ല, KVLും KCLും ഇക്വേഷൻസ് എഴുതാന്ന് മാത്രമേ ഉള്ളൂ, അതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് മാത്രം തന്നെ ഇവിടെ വരുന്നുള്ളൂ. സോ VS ഈക്വൽ ടു V1 ഏറ്റവും ആദ്യം എഴുതി വെച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്, V1 പ്ലസ് IS Z/2. ഇപ്പോൾ ISും കൂടിയും കിട്ടിയിട്ടുണ്ടാവും, V1ഉം നമ്മുടെ കയ്യിൽ ഉണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഞാൻ ഇവിടെ എഴുതുന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 40128 പ്ലസ്
J1170 അത്രയും കിട്ടും. അല്ലെങ്കിൽ അതിനെ മറ്റേ ഫോമിൽ എഴുതുകയാണെങ്കിൽ 40145 ആംഗിൾ 1 ഡിഗ്രി 40 മിനിറ്റ്സ് അത്രയും വോൾട്ട്സ് എന്ന് കിട്ടും. അപ്പോൾ സെൻഡിങ് എൻഡ് വോൾട്ടേജ് ഇതിപ്പോൾ ഫേസ് വാല്യൂസ് ആണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കത് ലൈൻ വാല്യൂ ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ വോൾട്ടേജും കൂടി അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് അതിലത്തെ വേറൊരു കാര്യം. സോ സെൻഡിങ് എൻഡിൻ്റെ ലൈൻ വോൾട്ടേജ് വാല്യൂ ആണെങ്കിൽ അതും കൂടി അവിടെ എഴുതി വെച്ചോളാം. ഞാൻ തൽക്കാലം ഇപ്പോൾ ഇത് ഫേസ് ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ VS ലൈൻ കിട്ടുക ഇൻറ്റു √3 ചെയ്യണം. √3 ചെയ്ത് കഴിഞ്ഞാൽ 69.533 kV ആണ് കിട്ടുക. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ, തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് നമ്മളുടെ സെൻഡിങ് എൻഡ് പവർ ഫാക്ടർ ആണ്. സോ സെൻഡിങ് എൻഡ് പവർ ഫാക്ടർ അവിടെ വേണം. സോ സെൻഡിങ് എൻഡ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് കിട്ടില്ല. VSഉം ISഉം തമ്മിലുള്ള ആംഗിളാണ് സെൻഡിങ് എൻഡ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ് കിട്ടില്ല. പകരം നമുക്ക് കിട്ടുന്ന സാധനങ്ങളുണ്ട്. VSഉം VRഉം തമ്മിലുള്ള ആംഗിൾ കിട്ടും. കാരണം നമ്മുടെ കയ്യിൽ VS ഉണ്ട്, IS ഉണ്ട്. VSനുള്ള എക്സ്പ്രഷനും ഉണ്ട്, ISനുള്ള എക്സ്പ്രഷനും ഉണ്ട്. അപ്പോൾ അതിനെ രണ്ടിനും ഈ ഒരു ഫോമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ആംഗിളുകൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഓക്കെ, VSൻ്റെ ഇതിപ്പോൾ സെൻഡിങ് എൻഡ് വോൾട്ടേജ് VRനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഈ കിടക്കുന്ന സാധനം. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ VRൻ്റെയും ഉണ്ടാവും. VR ഉം IS ആയിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ, ISൻ്റെ ഇപ്പോൾ ഇത് ഓക്കെ, IS ആയിട്ടുള്ള ഒരു ആംഗിൾ ഇതും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഈ രണ്ട് ആംഗിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ എന്ത് ആംഗിൾ, VSഉം ISഉം തമ്മിലുള്ള ആംഗിൾ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഫേസ് ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണല്ലോ, ഞാൻ വീണ്ടും വരയ്ക്കുന്നില്ല. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് കിട്ടേണ്ടത് സെൻഡിങ് എൻഡ് പവർ ഫാക്ടർ ആണ്. VSഉം ISഉം തമ്മിലുള്ള ആംഗിളാണ്. ഈ പിങ്കും ഈ ഓറഞ്ചും തമ്മിലുള്ള ആംഗിളാണ്. ഡയറക്റ്റ് കിട്ടില്ല. പകരം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ, ISഉം VRഉം തമ്മിലുള്ള ആംഗിളും ഏതും കൂടി കൂട്ടിയാൽ മതി, VSഉം VRഉം തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ നമുക്ക് VSനുള്ള എക്സ്പ്രഷൻ ഉണ്ട്, ISനുള്ള എക്സ്പ്രഷൻ ഉണ്ട്. അതിൻ്റെ ആംഗിളാണ് റെഫറൻസ് VR ഉണ്ട്, അതിനായിട്ടുള്ള ആംഗിൾ ആയിരിക്കും. അപ്പോൾ ആ രണ്ട് ആംഗിളുകൾ എടുത്തിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പവർ ഫാക്ടർ ആംഗിൾ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാലോ. ആംഗിൾ ബിറ്റ്വീൻ VS ആൻഡ് IS ഈക്വൽ ടു എന്ത് വരും, ഈ രണ്ട് ആംഗിളുകളുടെ സമ്മ് വരും. ആ രണ്ട് ആംഗിളുകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ഡിഗ്രി 40 മിനിറ്റ്സും പ്ലസ് 29 ഡിഗ്രി 47 മിനിറ്റ്സും. അപ്പോൾ അതിൻ്റെ മാതും നോക്കണ്ട, മൈനസും പ്ലസ് നോക്കണ്ട, എല്ലാം പ്ലസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് എത്ര ആംഗിൾ വരിക. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ഫാക്ടർ നമുക്ക് കിട്ടും. സോ സെൻഡിങ് എൻഡ് പവർ ഫാക്ടർ അതായത് cos ∅s ഈക്വൽ ടു കോസ് ഓഫ് ഇത് എടുത്താൽ മതി. കോസ് ഓഫ് അത് എടുത്തു കഴിഞ്ഞാൽ 0.853 ലാഗ് തന്നെയാണ് വരിക. സോ ലാഗ് അതും കൂടി കിട്ടി. ഓക്കെ, സോ ഇനി നമ്മളോട് ഒരു കാര്യം കൂടിയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായിരുന്നു, ട്രാൻസ്മിഷൻ എഫിഷ്യൻസിയാണ്. സോ ഈറ്റ ട്രാൻസ്മിഷൻ ഈക്വൽ ടു എന്താ, PR ഡിവൈഡഡ് ബൈ PR പ്ലസ് ലോസസ്. അത് ലോസസ് അല്ലെങ്കിൽ PR പ്ലസ് നമുക്ക് നേരെ സെൻഡിങ് എൻഡ് പവർ എഴുതിയാലും മതി. PS നമുക്കിവിടെ കണ്ടുപിടിക്കാം. PR ബൈ PS ഇൻറ്റു 100 ഇത്രയാണ് വരിക. സോ PR നമുക്ക് അറിയാം എത്രയാണ് തന്നിട്ടുണ്ട്, ഇത്രയും കിലോ വാട്ടാണ് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇത്രയും ആണ് ഡിവൈഡഡ് ബൈ PS സെൻഡിങ് എൻഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു VS ഇൻറ്റു IS കോസ് 5S ആണ്. അപ്പോൾ എല്ലാം ഫേസ് പാരാമീറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. സോ 10,000 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4145 ഇൻറ്റു 100 ഇൻറ്റു പവർ ഫാക്ടർ കിട്ടിയിട്ടുണ്ട് 853 ഇൻറ്റു 100. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് വരിക 97.34% ആണ് വരിക. ഓക്കെ, ഇപ്പോൾ എല്ലാം ജസ്റ്റ് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഇക്വേഷൻസ് പറഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ PS കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. മറ്റോടത്ത് മുന്നേ ഷോർട്ട് ഡേയിൽ ചെയ്താകുമ്പോൾ PR പ്ലസ് ലോസസ് എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഇവിടെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മളത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ വരുന്നുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ 3-phase 50 Hz transmission line 100 km long delivers 20 megawatt at 0.9 power factor lagging and 110 kV.
The resistance and reactance of the line per phase per kilometer are 0.2 ohm and 0.4 ohm respectively. Why? Capacitive admittance is 2.5 into 10 raised to minus 6 Siemens per kilometer per phase. Calculate the current and voltage at the sending end, efficiency of transmission. Use nominal T method. നേരത്തെ അതേ കാര്യങ്ങൾ തന്നെയാണ്, അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫേസ് ഡയഗ്രാം കാര്യങ്ങളൊക്കെ സെയിം തന്നെ, ജസ്റ്റ് അത് വരച്ച് വെക്കണം നിർബന്ധമൊന്നുമില്ല, ഫേസ് ഡയഗ്രാം വേണമെന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടാം. പക്ഷേ ചില കേസിൽ ഒരു ഐഡിയ കിട്ടാൻ വേണമെങ്കിൽ വരച്ച് വെക്കാമെന്ന് മാത്രം. അപ്പോൾ ഈ ഡയഗ്രാം എന്തായാലും വേണം, എന്നാലാണ് നമുക്ക് ആ KVL ഇക്വേഷൻസ് വെച്ച് നമുക്ക് സെൻഡിങ് ആൻഡ് വോൾട്ടേജ് കണ്ടുപിടിക്കുക, V1 കണ്ടുപിടിക്കുക എന്നുള്ളത് ആ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എഴുതണം. പിന്നെ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സൊക്കെ പെർ കിലോമീറ്റർ തന്നിട്ടുള്ള കിലോമീറ്റർ തന്നിട്ട് 100 ആണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി എഴുതിയിട്ട് ബാക്കി ചെയ്യാമെന്ന് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ ഡയറക്റ്റ് കൂടുതലൊന്നും പറയാണ്ട് ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഞാൻ എഴുതുന്നില്ല. R = എന്ത് വരും, 0.1 തന്നിട്ടുള്ള ഇൻറ്റു ഇതൊന്നും മൾട്ടിപ്ലൈ ചെയ്യണം 100, സോ 20 ഓം എന്ന് കിട്ടും. അതേപോലെ നമുക്കിവിടെ XL കിട്ടും 0.4 ഇൻറ്റു അതും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 40 ഓം കിട്ടും. പിന്നെ നമുക്കിവിടെ അഡ്മിറ്റൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ടോട്ടൽ Y കിട്ടാൻ 2.5 ഇൻറ്റു 10 raised to minus 6 ഇൻറ്റു അതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഈക്വൽ ടു 2.5 ഇൻറ്റു 10 raised to minus 4 Siemens, അതും കിട്ടും. ഓക്കെ, സോ അവിടെ തന്നെ therefore ഇവിടുത്തെ നമ്മുടെ ഫേസ് അതും കൂടി ആദ്യം തന്നെ എഴുതിക്കാം. Z = 20 + J40. ഓക്കെ, അത് ആറും ഇത് മാത്രം കൂട്ടിയാൽ മതി, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ അത് വരും. ഇനി നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, VR തന്നിട്ടുണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഫേസിലേക്കൊക്കെ മാറ്റി വെക്കാം, ഇതാണ് വേറെ കാര്യങ്ങൾ. സോ VR നമുക്ക് ലൈൻ തന്നിട്ടുണ്ട്, അപ്പോൾ ഫേസിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും, 110 ആണ്. 110 ഇൻറ്റു 10 raised to 3 ഡിവൈഡഡ് ബൈ √3. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 63508 വോൾട്ട് വരും. ഓക്കെ, ഇനി ആദ്യം തന്നെ നേരത്തെ ചെയ്ത് തന്ന പോലെ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കാം, ലോഡ് കറണ്ട് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ക്വസ്റ്റനിൽ പവർ തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ, എത്ര 20 മെഗാവാട്ടാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ PR തന്നിട്ടുണ്ട് 20 മെഗാവാട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 10 raised to 6 വാട്ട്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് കാണാം, ലോഡ് കറണ്ട് കാണാമല്ലോ. സോ ലോഡ് കറണ്ട് ഓർ റിസീവിങ് എൻഡ് കറണ്ട് എന്താ റെപ്രസെൻറ്റ് ചെയ്ത് പറഞ്ഞാൽ IR ഈക്വൽ ടു PR ഡിവൈഡഡ് ബൈ ഏതാ 3 ഇൻറ്റു VR cos 5R, that will be equal to 20 into 10 raised to 6 divided by 3 into VR നമുക്ക് കിട്ടിയിട്ടുണ്ട് 63508 into cos 5R അതും തന്നിട്ടുണ്ട്, cos 5R തന്നിട്ടുണ്ട്. cos 5R ഈക്വൽ ടു എത്ര, 0.9 into 0.9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 116.6 amps എന്ന് കിട്ടും. ഇതുപോലെ ഇവിടെ വേണമെങ്കിൽ sin 5R എഴുതി വയ്ക്കാം. സോ sin 5R is equal to 0.435 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റത്തിലേക്ക് വരാം. എല്ലാറ്റിലെ പോലെ തന്നെ ഇവിടെ തന്നെ നമ്മളെന്താ ടേക്കിംഗ് VR ആസ് റെഫറൻസ്. ടേക്കിംഗ് VR നിങ്ങൾ എഴുതുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, റിസീവിംഗ് ആൻഡ് വോൾട്ടേജ് ആസ് റെഫറൻസ് എന്നുള്ള രീതിയിൽ തന്നെ എഴുതുക. റെഫറൻസ് ഉദ്ദേശിക്കുന്നത് റെഫറൻസ് ഫേസർ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. സോ ദാറ്റ് ആസ് ദ റെഫറൻസ്. നമുക്ക് എന്ത് എഴുതാം, VR ഈക്വൽ ടു 63508 വോൾട്ട്, അതാണ് എൻ്റെ ഫേസർ. അതേപോലെ ലോഡ് കറണ്ടിൻ്റെ ഫേസറായിട്ട് എഴുതുക, ലോഡ് കറണ്ട് IR ഫേസർ. ഓക്കെ, IR ഫേസർ ഈക്വൽ ടു അറിയാം നമുക്ക് IR ഇൻറ്റു cos 5R മൈനസ് ലാഗിങ് ആയതുകൊണ്ട് sin 5R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 105 മൈനസ് J50.7 ഇത്രയാണ് അതിൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി നേരത്തെ ചെയ്താർന്ന അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. ആദ്യം ഇത് കിട്ടാം, V1 കിട്ടും. V1 ഈക്വൽ ടു VR പ്ലസ് എന്തായിരുന്നു IR ഇൻറ്റു Z/2 ആണ്. സോ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടാവും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 65572 പ്ലസ് J1593 ഇത് മറ്റേ ഫോമിൽ വേണമെങ്കിൽ എഴുതി വയ്ക്കാം, മാഗ്നിറ്റ്യൂഡ് ആംഗിൾ എന്നുള്ള രീതിയിൽ. ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ഏതാണെന്ന് വെച്ചാൽ ആ രീതിയിൽ എഴുതുക, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഞാനിപ്പോൾ ഇവിടെ ഇത് എഴുതി പോകുന്നു മാത്രം. ഓക്കെ, അപ്പോൾ അത് കിട്ടി, V1 കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് വേണ്ടത് IC ആണ് വേണ്ടത്. IC വേണം.
ഐ സി ഈക്വൽ ടു എന്താ ജെ വൈ ഇൻറ്റു V1 ആണ്. അപ്പോൾ V1 നമ്മുടെ കയ്യിലുണ്ട്, വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ജെ ഇൻറ്റു 2.5 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു ഇപ്പോൾ V1 തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ കിട്ടിയിട്ടുള്ളതാണ് 65572 പ്ലസ് J1593. ഞാൻ എഴുതേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് നിൽക്കാനെ ചെയ്ത് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിവിടെ ഇങ്ങനെ എഴുതി കൊണ്ടുപോകണമെന്നില്ല, സ്റ്റെപ്പിൻ്റെ വാല്യൂസ് ജസ്റ്റ് എഴുതി പോയാലും മതി. അപ്പോൾ അത് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഐ സി നമുക്ക് കിട്ടും ഇത്രയും ആംസ് എന്ന് പറഞ്ഞിട്ട്. സോ ഐ സി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? IS കിട്ടും. IS ഈക്വൽ ടു എന്താണ്? IR പ്ലസ് IC ആണ്. ഓൾറെഡി IR നമ്മുടെ കയ്യിലുണ്ട്, IC ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടും കൂടി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ISൻ്റെ വാല്യൂ കിട്ടും. ഞാനത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നില്ല. 104.6 മൈനസ് J34.3 ആണ് കിട്ടുക. അല്ലെങ്കിൽ അതിനെ 110 ആംഗിൾ മൈനസ് 18 ഡിഗ്രി 9 സെക്കൻഡ്സ് ഇത്രയാണ് കിട്ടുക. ഓക്കെ, ഓർ സിംപ്ലി സെൻഡിങ് ആൻഡ് കറണ്ട് എന്നാണ് പറയുക. ഞാൻ പറഞ്ഞിട്ട് സെൻഡിങ് ആൻഡ് കറണ്ട് എന്ന് പറഞ്ഞപ്പോൾ 110. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടാവുക. സോ സെൻഡിങ് ആൻഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഈ എത്രയാ? ഈക്വൽ ടു 110 ആംസ് പറഞ്ഞാലും മതി. പിന്നെ ഇനി അടുത്ത് നമുക്ക് VS കിട്ടും. ഇപ്പോൾ ഇതെല്ലാം ആയി കഴിഞ്ഞാൽ VS ഈക്വൽ ടു V1 പ്ലസ് IS. അതായത് ഫേസ് ഡയഗ്രം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈക്വേഷൻസ് ഓർത്താൽ മതി. പക്ഷേ കഴിഞ്ഞ കേസിലത്തെ പോലെ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ, സെൻഡിങ് ആൻഡ് പവർ ഫാക്ടർ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചിത്രത്തിൻ്റെ ഓർമ്മ ഉണ്ടെങ്കിലാണ്, ഫേസ് ഡയഗ്രം ഓർമ്മ ഉണ്ടെങ്കിലാണ് അത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 67304 പ്ലസ് J3342 കിട്ടും. അപ്പോൾ ഇതിനെ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ മറ്റേ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡിനെയാണ് ഞാൻ വെറും VS അല്ലെങ്കിൽ മോഡ് VS തന്നെ എഴുതാം. VS എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക 67387 ആണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ലൈൻ വാല്യൂ വേണമെങ്കിൽ എഴുതാം. ലൈൻ വാല്യൂ ഓഫ് സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ഈക്വൽ ടു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 116717 വരും, ഓർ 116.717 kV ഇത്രയാണ് വരിക. ഓക്കെ, ഇനി നമ്മളോട് ഒരു കാര്യം കൂടിയാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ആണ് പറഞ്ഞിട്ടുള്ളത്. സോ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഈക്വൽ ടു എന്താ? നമുക്ക് PR ബൈ, ഇവിടെ എളുപ്പം PR ബൈ PR പ്ലസ് പവർ ഫാക്ടർ ഒന്നുമില്ല, PR പ്ലസ് ലോസസ് അത് എഴുതാൻ തന്നെയാണ് ഇവിടുത്തെ എളുപ്പമുള്ള കാര്യം. സോ PR നമുക്ക് അറിയാം എത്രയാ? 20 മെഗാവാട്ടിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ 20 ഇൻറ്റു 10⁻³ കിലോവാട്ട് എന്നുള്ള രീതിയിൽ എടുക്കാം. ഡിവൈഡ് ബൈ 20 ഇൻറ്റു 10⁻³ പ്ലസ് എന്ത് വരും? നമ്മുടെ 3IS²R/2. ഇവിടുത്തെ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരിക. 3 ഇൻറ്റു, ഇത് തെറ്റിക്കരുത്, IS²R/2 ആണ്. റെസിസ്റ്റൻസ് R/2 ആണ് അവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. സോ 20 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 10⁻³ പ്ലസ് 3 ഇൻറ്റു IS എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള 110 ആണ്. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ലോസ് കാണുമ്പോൾ അതിൻ്റെ ആംഗിളൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം. സോ 110² ഇൻറ്റു R/2. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്ന എത്രയായിരുന്നു? Rൻ്റെ വാല്യൂ നമുക്ക് ഉണ്ടായിരുന്നത് 20 ആണ്. സോ ഇവിടെ ഒരു 20/2 വരും. ഓക്കെ, 20/2. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് മതി? കിലോവാട്ടിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ കിലോവാട്ടിലേക്ക് ആക്കുമ്പോൾ ഡിവൈഡ് ബൈ ഒരു 1000 കൂടിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരണം. ഓക്കെ, അപ്പോൾ ഇൻറ്റു 100. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക 96.29%. അപ്പോൾ അത്രയേ ഉള്ളൂ.